മൊബൈൽ ഫോണിൽ എങ്ങനെ ആധാർ ഡൗൺലോഡ് ചെയ്യാമെന്ന് നിങ്ങൾ നോക്കാം. നേരെ നിങ്ങൾ ഗൂഗിളിൽ കയറുക, ആധാർ കാർഡ് ഡൗൺലോഡ് എന്ന് അടിക്കുക. അവിടെ നിങ്ങൾക്ക് രണ്ടാമതൊരു വെബ്സൈറ്റ് കാണാം, ഡൗൺലോഡ് ആധാർ എന്നുള്ളത്. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ലിങ്കിലോട്ട് പോകാവുന്നതാണ്. ജസ്റ്റ് ഡൗൺലോഡ് ആധാർ എന്ന് അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വെബ്സൈറ്റിലോട്ട് പോകും. ഇതിപ്പോൾ ഡെസ്ക്ടോപ്പ് വ്യൂയിലാണ്, ഞാൻ ഫോൺ വ്യൂ ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ ഡൗൺലോഡ് ആധാർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു അവരുടെ മെയിൻ പേജിലോട്ട് പോകും. ജസ്റ്റ് നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഒരു 3 ഡോട്ട് കാണാം. ആ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം അവിടെ ഗെറ്റ് ആധാർ എന്ന് കാണാൻ പറ്റും. മൂന്നാമത്തെ ഓപ്ഷനായിട്ട് ഗെറ്റ് ആധാർ. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഡൗൺലോഡ് ആധാർ എന്ന് കാണാൻ പറ്റും. അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ആധാർ നമ്പർ അവിടെ എൻ്റർ ചെയ്യേണ്ട. അവിടെ നമ്മുടെ ആധാർ നമ്പർ എൻ്റർ ചെയ്തതിന് ശേഷം ക്യാപ്ച കൊടുക്കുക. ക്യാപ്ച കൊടുത്തതിന് ശേഷം നമ്മൾ ക്യാപ്ച അതുപോലെ തെറ്റാതെ തന്നെ കൊടുത്തതിന് ശേഷം നമ്മൾ സെൻഡ് OTP എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഈ സെൻഡ് OTP ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ആധാറുമായി ബന്ധിപ്പിച്ച മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP പോകും. ജസ്റ്റ് ആ OTP അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വെരിഫൈ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫയലിലേക്ക് ഇത് ഡൗൺലോഡ് ആയിട്ടുണ്ടാകും. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഫയൽ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ക്രോം ബ്രൗസറിൽ ആക്കുക. ജസ്റ്റ് ഇപ്പോൾ നമ്മൾ ഗൂഗിളിലാണ് സെർച്ച് ചെയ്തെങ്കിൽ ജസ്റ്റ് ക്രോം ബ്രൗസറിലേക്ക് അത് കൊണ്ടുപോകുക. ഇവിടെ 3 ഡോട്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓപ്പൺ ഇൻ ക്രോം ബ്രൗസർ ക്ലിക്ക് ചെയ്യുക. അവിടെ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. നമ്മൾ ക്രോമിലൊക്കെ ഡൗൺലോഡ് ചെയ്ത ഓപ്ഷൻ കാണാൻ പറ്റും. ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുന്നത് കാണാം ഈ ആധാർ എന്നുള്ളത്. ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിനൊരു പാസ്വേഡ് ഉണ്ടാവും. പാസ്വേഡ് എന്നുള്ള നമ്മളെ ആധാർ കാർഡിലെ ഫസ്റ്റ് 4 അക്കവും നമ്മളെ ഡേറ്റ് ഓഫ് ബർത്തുമാണ്. ഫസ്റ്റ് 4 അക്കവും ക്യാപിറ്റൽ ലെറ്ററിലാണ് വരുന്നത്. പിന്നെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തും കൂടി എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആധാർ നമുക്ക് ഓപ്പൺ ആയിട്ട് കിട്ടും. ഇത് നിങ്ങൾക്ക് നേരെ പോയി പ്രിൻ്റ് എടുക്കാവുന്നതാണ്. ഇപ്പോൾ മൊബൈൽ ഫോണിൽ തന്നെ നമുക്ക് പെട്ടെന്ന് ആധാറിൻ്റെ ആവശ്യം വന്നാൽ ഇങ്ങനെ ഡൗൺലോഡ് ചെയ്യുന്നതാണ്. ഓക്കെ.